പലപ്പോഴും പറയാറുണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടാണ് നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത്. അത് ഒരു സിനിമ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ സ്വീകരിക്കാനോ ഉള്ളൊരു ഫാക്ടറേ അല്ല. ആൾക്കാർക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. പല സ്ഥാനാർത്ഥികളൊക്കെ ഇവിടെ കരയണുണ്ടായിരുന്നു. അത് ശരിക്കും അപ്പൊ നമ്മൾ മുൻപതിയോടുകൂടിയായിരിക്കും ചിലപ്പോൾ ഷോട്ടൊക്കെ വെച്ച് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പ് ലാലേട്ടനോട് ചോദിക്കുക, മോനെ എൻ്റെ ഇടത്തേക്കാലാണോ വലത്തേക്കാലാണോ? ബാലുവിനൊക്കെ വിളിച്ചു സംഭവം കൊള്ളാൻ കേട്ടോ, പരിപാടി കൊള്ളാൻ കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല. നമ്മളിപ്പോ സമപ്രായക്കാരാണ്. പണ്ട് ചാക്കോച്ചന്റെ കൂടെ പൂത്തായിരുന്നു, ഇപ്പൊ നമ്മൾ സമപ്രായക്കാര്. അങ്ങനെ പണ്ട് ചേട്ടാന്നൊക്കെ സിനിമയില് മറ്റേ മോനെ എന്നെ വിളിക്കുമ്പോ ഈ കൊച്ചാണ് എഴുതുന്നത്, പടം എഴുതുന്ന ആ കൊച്ച വേറെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു നായി ആരാന്ന് ചുമ്മാ ചോദിച്ചു. അപ്പൊ ഈ ചെറുക്കനെ കാണിച്ചിരുന്നത് നമ്മളെ പോലെ ഫസ്റ്റ് സീൻ കൂട്ടിമുട്ടുന്ന സീനാണ്. ആരുടെ കുഴപ്പമെന്നാണ് പറഞ്ഞത്. അത് നടന്നിട്ടുണ്ടോന്നൊന്ന് ഒരു ദുരൂഹത ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഈ പോസ്റ്റർ നമ്മൾ വായിക്കണില്ല. ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചില്ല, ക്ഷമിക്കാനോട്. ഞാൻ അങ്ങനെ എനിക്കിത് പറഞ്ഞുകൊണ്ട് വല്ലതും കിട്ടും. ഇങ്ങനെ പ്രൊഡ്യൂസർ ഞാൻ ക്ഷമിച്ചല്ലോ, നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ? ആക്ഷൻ പറയുന്നതോടെ തീരും, പറയുന്നവരെ പിന്നെ നരകമുണ്ട്. ഞാൻ അതിലേക്കാ വന്നത്. അവിടെ ഒരു മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ മാറും. അവിടെ അവിടെ ഞാൻ അതിനകത്ത് ഒരു ഗൃഹപാഠം പഠിച്ച് വേറൊരു റൂട്ടിലേക്ക് കൊണ്ടുവന്ന് കുറെ ചിന്തിച്ചിരുന്ന കഥാപാത്രം ഒന്നും ചെയ്തില്ല. തമ്പുരാനാണ്. ആ സുഖം കിട്ടിയില്ല അല്ലെ. കോഡുകൾ വരുന്നു പോകുന്നു, ടേക്ക് 28 അത് വലിയ സംഭവം അല്ലെന്ന് നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാ. പക്ഷെ ഞാൻ പറയാറുണ്ട് ഈ ഉത്തരം എങ്ങനെയാന്ന് പറയാം. അത് വെറൈറ്റിയാ. അങ്ങനല്ലേ.